വന്നപ്പോ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞെന്ന്. എന്നിട്ട് എന്താ നീ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നേ? അപ്പോ എന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ? അയ്യോ, നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇവിടെ ഇങ്ങനെ കാവലി കിടക്കുന്നേ? പിന്നെ എന്താ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നേ? നീ ഈ കിടപ്പ് കിടക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റുപടി. എന്റെ മനസ്സിലെ കൃഷ്ണ എന്ന് പറയുന്നത് ഓടിച്ചാടി നടക്കുന്ന, എപ്പോഴും തമാശ പറയുന്ന, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വാടി മോളിക്കുട്ടിയെന്നും പറഞ്ഞ് എന്റെ കൈ പിടിക്കുന്ന ആ കൃഷ്ണയാ. എനിക്ക് നിന്നെ ഇങ്ങനെ കാണണ്ട. നീ എവിടെ ഇരിക്കേ? ഇരിക്കടേ. ഞാൻ സ്ഥിരമായി ഇങ്ങനെ ഇവിടെ കിടക്കാൻ പോവാണോ? ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ ആരുടെ കൂടെയാണ് ഞാൻ നടക്കാൻ പോകുന്നേ? അല്ലെങ്കിൽ തന്നെ ഈ ആശുപത്രി കിടപ്പ് എത്ര നാളത്തേക്കാ? എത്രയും പെട്ടെന്ന് നമ്മളിവിടുന്ന് ചാടിപ്പോവില്ലേ? അതും പറഞ്ഞ് അവള് കരയാൻ നിൽക്കാം. കഴുത്ത നിനക്ക് വിശക്കുന്നുണ്ടോടി? വിശക്കുന്നൊന്നുമില്ല. ഈ മരുന്നെല്ലാം കൂടി തിന്നിട്ട് നാവിനൊക്കെ ഒരു മരവിപ്പ് പോലെ. അത് ഇവിടെ ക്യാൻറ്റീനൊക്കെ അടച്ചുപോയി. നിനക്കെന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ ഞാൻ വണ്ടി എടുത്തിട്ട് പോയി വാങ്ങിച്ചോണ്ട് വരാം. നല്ല മട്ടൻ ബിരിയാണി കിട്ടുമോ? ആശുപത്രി കിടക്കുന്ന നീയാണോടി മട്ടൻ ബിരിയാണി കഴിക്കാൻ പോന്നെ? ശരി, എന്നാ നല്ല ചിക്കൻ 65 കിട്ടുമോ? നീ ഒന്നും മിണ്ടാതിരുന്നേ. വല്ല ബ്രെഡോ ബണ്ണോ വേണമെങ്കിൽ വാങ്ങിത്തരാം. ഇത് നിന്നെ കൊണ്ട് പറയിപ്പിക്കാനാ ഞാനീ പറഞ്ഞതൊക്കെ. എന്നിട്ടാ പറയുന്നത് 7 മലയും കടന്ന് കൊണ്ടുപോയി കൊണ്ടുവരാന്നൊക്കെ. ബ്രെഡും ബണ്ണും ഈ സിസ്റ്റർമാര് സമയത്തിന് അതല്ലേ കൊണ്ടുതരുന്നത്. 2 ദിവസം കഴിയട്ടെ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ വാങ്ങി തന്നോളാം. ദേ മോൾക്കുട്ടി, ഞാനിവിടുന്ന് എഴുന്നേറ്റിട്ട് എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് അമ്മ പറഞ്ഞല്ലോ. അതെന്താ? അത് എനിക്കറിയില്ല. നീ വെറുതെ എൻ്റെ അടുത്ത് കളിക്കല്ലേ. ഞാൻ അവിടെ ഇല്ലാത്തോണ്ട് നിന്റെ അടുത്ത് പറയാതെ അമ്മ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അമ്മ പറയാനുള്ളതാണെങ്കിൽ അമ്മ പറയും. ഞാൻ പറഞ്ഞ ശരിയാവില്ല. അതെന്തായാലും നിനക്ക് ദോഷമുള്ള കാര്യമൊന്നും ആവില്ല. എത്രയും പെട്ടെന്ന് നീയൊന്ന് നേരെയായാ മതി. ഒന്നിച്ച് നടന്ന് കുറച്ചു നേരം ഒറ്റയ്ക്ക് പുറത്താവുമ്പോഴേ ഈ ഭൂമിയിൽ തന്നെ ഒറ്റയ്ക്കായതുപോലെയാ.